പ്രൈസ് ലോർഡ്. ഈ ആഴ്ച എടുക്കുന്ന 4 ദിവസം വീണ്ടും നമുക്ക് ഒരുമിച്ച് ഈ ആലയത്തിൽ ആയിരിക്കാൻ കർത്താവ് നൽകിയ സവാസത്തിനായി സ്വാമി. കഴിഞ്ഞ ആഴ്ചയിലൊക്കെയും നമ്മൾ പോയിരുന്ന ഇടങ്ങളിലും നമ്മുടെ പോക്കറ്റ് ഇടപാട് ജോലി കാര്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനമായി നിൽക്കുവാൻ, നിങ്ങളുടെ മുമ്പായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ യോഗ്യനാക്കി തീർത്തനായി ഞാൻ സ്തുതിക്കുന്നു. നമ്മൾ കടന്നു വന്ന സമയം മുതൽ സമയം വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ടും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഭോഷ്ക്ക് പറയുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെയും അത് ഊവേ എന്ന് തന്നെയാണ്. ഹല്ലേലൂയ. അത് ആരിൽ കൂടെ നടക്കും, അത് വിശ്വസിക്കുന്നവരിൽ കൂടെ. ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്ന പൂർണ്ണമായിട്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ കൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും. അത് നമ്മളിൽ കൂടെ മാത്രമല്ല, താങ്ക് യു ലോർഡ്, അത് ദൈവത്തിൻ്റെ അഭിഷേകന്മാരുകൾ വിശ്വസിക്കുന്ന എല്ലാവരും കൂടെ വ്യാപരിക്കുന്നു. ദൈവം വിശ്വസനാണ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നല്ല സമയം കടന്നു പോയല്ലോ. ഞാൻ കൂടുതലായിട്ട് ചില കാര്യങ്ങൾ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ കടന്നു വന്ന സമയം മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് പല വിഷയങ്ങൾ കൂടെയൊക്കെ എന്ത് ചെയ്യും നമ്മളെ ഗ്രഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവിൻ്റെ നദി. ഹല്ലേലൂയ. ആലയത്തിൻ്റെ ഉമ്മറപ്പടിയുടെ ഇടയിൽ നിന്ന് ഒഴുകുന്നായ ആ നദി. ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ എന്തുണ്ട്? അവിടെ 12 മാസവും ഫലം കായ്ക്കുന്നതായ വൃക്ഷങ്ങളുണ്ട്. ഒന്ന് മനസ്സിലാക്കുക. മീൻസ് 12 മാസവും ഫലം കായ്ക്കുന്ന അല്ലെങ്കിൽ ഫലം കൊടുക്കുന്നതായ ഒരു വൃക്ഷമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം സാധാരണ അറിയാം. നമുക്ക് ഈ നാട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീസണിലും ഒന്നും നമുക്ക് ചക്ക കിട്ടത്തില്ല. ആയിട്ടൊന്നും ഇപ്പോഴത്തെ കാര്യം എനിക്കറിയത്തില്ല. സാധാരണ രീതിയിൽ എല്ലാ സീസണിലും ഒന്നും ചക്ക കിട്ടത്തില്ല. ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പം എന്താ പറഞ്ഞ ഹോങ്കോങ്ങിൽ നിന്നൊക്കെ ചക്ക വരുന്നുണ്ട്. എന്നാൽ എല്ലാ സമയത്തും ഒന്നും അത് കിട്ടുന്നില്ല. എനിക്കില്ലോ. എന്നാൽ അതിനെല്ലാം സീസണുണ്ട്. പക്ഷെ ഇവിടെ ദൈവവചനം പറഞ്ഞിരിക്കുന്നത് അത് 12 മാസവും ഫലം കായ്ക്കുന്നതായ ഒരു വൃക്ഷമാണ്. 12 മാസവും ഫലം കായ്ക്കുന്ന വൃക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ പിന്നെ അതിനെക്കുറിച്ച് ഒരു വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്, അവൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരു ദാരിദ്ര്യമില്ല, ഒരു സമൃദ്ധി. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി, അതായത് ഈ ആത്മനദിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിലേക്ക് എന്തുണ്ടാകും? സമൃദ്ധി ഉണ്ടാകും. ഹല്ലേലൂയ. അവൻ എന്നും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി അല്ലെങ്കിൽ എനിക്ക് അത് വേണം, എനിക്കിത് വേണം എന്ന് പറയുന്നതായ ആ ഒരു ലെവല് മാറ്റാം. അവൻ്റെ ലെവല് മാറ്റുന്ന ദൈവം. എന്തുകൊണ്ടത്? അത് ഈ 12 മാസവും അത് ഫലം കായ്ക്കുന്നു. വളരെ സിമ്പിളാണ്. താങ്ക് യു ലോർഡ്. എവിടെയാണ് നട്ടിരിക്കുന്നത്? ഈ നദിയുടെ തീരത്ത് നട്ടിരിക്കുന്നു. എവിടുന്നാ ഇത് വെള്ളം വലിച്ചെടുക്കുന്നത്? ഈ നദിയിൽ നിന്നാണ്. അതിന് സീസണ് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ്. താങ്ക് യു ലോർഡ്. സീസണ് ഡിപ്പെൻഡ് ചെയ്യുന്നതിനാണ് അതിൻ്റെ കാലാവസ്ഥയൊക്കെ അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഫലം കായ്ക്കും, ഇന്ന സമയത്ത് അത് ഇല്ലാതിരിക്കും, ഇന്ന സമയത്ത് അത് ഇല വാടിത്തുടങ്ങും. ഇതിനെ സംബന്ധിച്ച് സീസണെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് ലോകത്ത് എന്ത് നടക്കുന്നോ അത് നിന്നെ ബാധിക്കത്തില്ല. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നിന്റെ വേര് എങ്ങോട്ട് പോയിരിക്കുന്നു? നിന്റെ വേര് ഈ നദിയിലേക്ക്, അല്ലെങ്കിൽ ജീവൻ ജല നദിയിലേക്ക്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന നദിയിലേക്ക് അല്ല. നിന്റെ ദൈവത്തിൽ നീ വിശ്വാസം വെച്ചിരിക്കുന്നു. നിന്റെ ദൈവത്തിൽ നിന്നാണ് എന്ത് നീ കളക്ട് ചെയ്യുന്നത്. നിനക്ക് വേണ്ടതൊക്കെ നീ കളക്ട് ചെയ്യുന്ന ദൈവത്തിൽ, നീ വിശ്വാസത്തിൽ കൂടിയാണ് കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു ക്ഷാമകാലം ഉണ്ടാകത്തില്ല. ദൈവം നിന്നെ എപ്പോഴും ക്ഷേമമായിട്ട് പോറ്റും. താങ്ക് യു ലോർഡ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ബൈ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിൽ കൂടെ. അത് അവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നു. എങ്ങനെ? ആമേൻ. ഹല്ലേലൂയ. ആ യെഹെസ്കേൽ പ്രവാചകനോട് ദൂതൻ പറയുന്നത് എങ്ങനെയാണ്? നീ ആ നദിയിലേക്ക് ഒന്ന് ഇറങ്ങണം. നമ്മൾ ഇറങ്ങുന്നതിനനുസരിച്ച് മാത്രമേ
അല്ലെങ്കിൽ എങ്ങനെയാണ് പലർക്കും ഇന്ന് സംഭവിക്കുന്നത് എന്താ, നരിയാണിയോളോ അല്ലെങ്കിൽ ആ നീ ലെവലിൽ നമ്മൾ ആങ്കിൾ ലെവലിൽ നമ്മൾ നിൽക്കുകയാണ്. പലരും രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ഈ ആങ്കിൾ ലെവലിൽ നിൽക്കുക. ആങ്കിൾ ലെവലിലേക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് നദിയായിട്ട് മാറത്തില്ല. എങ്കിലോ നദിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ നീ ഇറങ്ങണം. ദൈവം റെഡിയാ, ദൂതൻ റെഡിയാ നിനക്ക് വേണ്ടി അളന്നു തരാനായിട്ട്. നീ നിന്റെ വിശ്വാസം ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്നോ അതനുസരിച്ചാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ കൂടെ വെളിപ്പെടുന്നത്. എങ്കിലോ ഞാൻ ആ വിഷയം കൂടുതലായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം, എന്തുകൊണ്ട് സെന്റ് പോളിനെ അല്ലെങ്കിൽ ശൗലിനെ ദൈവം ഉപയോഗിച്ചു? എങ്കിലോ എന്തുകൊണ്ട് ശൗലിനെ ദൈവം ഉപയോഗിച്ചു? അതിന് അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യവും അതിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യവും. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സംസാരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. പടയാളികൾ തോണിയുടെ കയറ് അറുത്തു അത് വീഴിച്ചു കളഞ്ഞു. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസമാകുന്നുവല്ലോ. അതുകൊണ്ട് 2 വാക്യങ്ങൾ നമ്മളിവിടെ വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 23-ന്റെ 11-ഉം അതിൻ്റെ 27-ന്റെ 32. ഈ 2 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ആദ്യമേ വായിച്ചായ വാക്യം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം, എന്തുകൊണ്ട് പൗലോസിനെ ദൈവം ഉപയോഗിച്ചു, എന്തുകൊണ്ട് പൗലോസിനെ തിരഞ്ഞെടുത്തു? പൗലോസ് എന്ത് നിമിത്തമാണ് സഭയെ ഉപദ്രവിച്ചത്? എന്തുകൊണ്ടാണ് പൗലോസ് സഭയെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തിലുള്ളതായ വ്യക്തികളെയൊക്കെ പൗലോസ് എന്തുകൊണ്ട് മുടിക്കുവാനായിട്ട് തീരുമാനിച്ചു? എന്തുകൊണ്ട് തീരുമാനിച്ചു? അതായത് പൗലോസിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആരും വിശ്വാസം ഉണ്ടായിരുന്നു? പൗലോസ് ജൂതന്മാരുടേതായ വിശ്വാസം അനുസരിച്ച് പൗലോസ് വിശ്വസിച്ചതനുസരിച്ച് ആ ഒരു വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ മറ്റൊന്നിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പൗലോസിന് സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് പൗലോസ് അറിഞ്ഞ അല്ലെങ്കിൽ ശൗൽ അറിഞ്ഞതായ ആ വിശ്വാസത്തെ ശൗൽ ഉറച്ചു നിന്നു. അപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ അവിടെയും ദൈവം കാണുന്നത് എന്താണ് കാണുന്നത്? ദൈവം നോക്കുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ അറിയുന്ന ദൈവമാണ്. അവൻ എന്തുകൊണ്ട് അപ്രകാരമുള്ളതായ ഒരു ലെവലിലേക്ക് പോയി? അവൻ ദൈവത്തോടുള്ളതായ തീഷ്ണത കൊണ്ട് അവൻ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ സഭയോടുള്ളതായ തീഷ്ണത കൊണ്ട് പൗലോസ് അല്ലെങ്കിൽ ശൗൽ അങ്ങനെ ചെയ്തു. അങ്ങനെയുള്ളൊരു വ്യക്തിയെയാണ് ദൈവം തിരഞ്ഞെടുത്ത് ആരാക്കി? ശൗലിനെ പൗലോസാക്കി മാറ്റുന്നത്. എങ്കിലോ പൗലോസാക്കി മാറ്റിയതിന് ശേഷം പിന്നീട് നടന്ന ആദ്യ സംഭവത്തിൽ പല കാര്യങ്ങളും നമുക്കറിയാം. പൗലോസിനോട് ദൈവം സംസാരിക്കുന്നത് എന്താ? ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നൊരു ക്വസ്റ്റ്യനും, പിന്നെ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ ആ സംഭവങ്ങളെല്ലാം പൗലോസ് ഒന്ന് തിരിച്ചറിഞ്ഞു. അതായത് യേശു ആരാണെന്നുള്ള കാര്യം പൗലോസ് തിരിച്ചറിഞ്ഞു നന്നായിട്ട്. എനിക്കില്ലോ പൗലോസ് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ഒരു സമയത്ത് പൗലോസിനെ അല്ലെങ്കിൽ ഈ ശൗലായിരുന്ന പൗലോസിനെ ആ തൻ്റെ സഭയോട് ഭയങ്കര ഒരു തീഷ്ണത ഉണ്ടായിരുന്ന ആ വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു തീഷ്ണത, ആ ദൈവം അദ്ദേഹത്തെ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ യേശുവിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പൗലോസ് തിരിച്ചറിഞ്ഞു ജീവനുള്ള ദൈവം ആരാണെന്നുള്ള കാര്യം. ആ ശബ്ദം കേട്ടതിന് ശേഷം പിന്നെ പൗലോസ് ഒരിക്കലും പുറകോട്ട് മാറിയിട്ടില്ല. പൗലോസ് വളരെ ഉറച്ച ഒരു മനുഷ്യനായിരുന്നു. ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ, ഏത് രാജാക്കന്മാരുടെ മുമ്പിലും, ഏത് ന്യായാധിപന്റെ മുമ്പിലും പൗലോസ് നല്ല തൻ്റെ ഇടത്തോടു കൂടെ നിന്ന ഒരു വ്യക്തിയായിരുന്നു. എങ്കിലോ അപ്രകാരമുള്ള ഒരു വ്യക്തിയെ നോക്കി എന്താണ് ഇവിടെ പറയുന്നത്? 23-ന്റെ 11 പറയുന്നത്, എങ്കിലോ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് ധൈര്യമായിരിക്ക, നീ എന്നെ
യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പൗലോസ് എവിടെയായിരിക്കുന്നു? ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പൗലോസിനെ അല്ലെങ്കിൽ തടവറയിലാക്കിയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പൗലോസിനെതിരായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഇവനെ കൊന്നു, അല്ലെങ്കിൽ പൗലോസിനെ അല്ലെങ്കിൽ കൊന്നു കളയാതെ ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് പൗലോസിന് ദൈവശബ്ദം കേൾക്കുകയാണ്. Thank you Lord. Beautiful. Hallelujah. Oh, thank you Jesus. ദൈവശബ്ദം കേട്ടതായ പൗലോസ്, ദൈവശബ്ദം ജസ്റ്റ് അവിടെ കേട്ടത് മാത്രമാണോ? ദൈവശബ്ദം നിന്നെ കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എങ്കിലോ ആമേൻ, പൗലോസിന്റെ പെങ്ങളുടെ മകനെ ദൈവം അവിടുന്ന് തെരഞ്ഞെടുക്കുക. എന്തിനു വേണ്ടി? എങ്കിലോ ന്യായാധിപന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടി പൗലോസിന്റെ പെങ്ങളുടെ മകനെ ദൈവം തെരഞ്ഞെടുക്കുക. അപ്പം ദൈവത്തിന്റെ പ്ലാനും പദ്ധതികളും ഒക്കെ നോക്കിക്കോണേ. ഈ പെങ്ങളുടെ മകൻ ജനിക്കുന്നതിന് മുമ്പേ പൗലോസിന് വേണ്ടി ദൈവം അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിരുന്നു ഈ പെങ്ങളുടെ മകനെ. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തായിട്ട്, നമ്മൾ നിരൂപിക്കുന്നതിനപ്പുറത്തായിട്ട് പൗലോസ് എവിടെയാ കിടക്കുന്നത്? കാരാഗ്രഹത്തിൽ കിടക്കുക. ഹല്ലേലൂയ. പൗലോസിന്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മനുഷ്യൻ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് എന്താണ് അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത നിമിഷം സംഭവിക്കുന്നുള്ള കാര്യം ലോകത്തിനൊന്നും അറിയത്തില്ലെങ്കിൽ പൗലോസിന് അറിയത്തില്ല. പൗലോസിന് നോക്കിക്കഴിയുമ്പോഴത്തെ ലോകത്ത് ചിലര് അല്ലെങ്കിൽ അവനെതിരായിട്ട് ഇവനെ കൊന്നിട്ടല്ലാതെ, ഇവനെ ഡിസ്ട്രോയ് ചെയ്തിട്ടല്ലാതെ ഞങ്ങള് ഭക്ഷണം കഴിക്കത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ദൈവം പാർട്ട് ബി ഒരുക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അത് മനുഷ്യന് ചിന്തിക്കുന്ന രീതിയിലൊന്നും അല്ലെന്നേ, മനുഷ്യൻ നിരൂപിക്കുന്ന രീതിയിലൊന്നും അല്ല. ദൈവം ചിലരുടെ ഒക്കെ ചെവികളിൽ ദൈവം ഇവരുടെ സീക്രട്ട് ന്യൂസുകളൊക്കെ അറിയിച്ചിട്ട്, എന്തുകൊണ്ട് ആ തക്ക സമയത്ത് പൗലോസിന്റെ പെങ്ങളുടെ മകനെ അറിയിച്ചു. എന്റെ ദൈവം, നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ദൈവം തുറന്നാൽ ആർക്കും അടപ്പാൻ സാധിക്കത്തില്ലെന്നോ. ദൈവം തക്ക സമയത്ത് ആ പൗലോസിന്റെ പെങ്ങളുടെ മകനെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവനെ എത്തിക്കേണ്ടിടത്ത് നമ്മൾ വിചാരിക്കും ഈ പെങ്ങളുടെ മകന്റെ പരിപാടിയാണ്. നോ, ഇവരെയൊക്കെ ഒരു ടൂളായിട്ട് ദൈവം ഉപയോഗിക്കുന്നത് മാത്രം. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി, ദൈവത്തിന്റെ പ്ലാനുകൾ ചെയ്യുവാൻ വേണ്ടി ഓരോരുത്തരെ ദൈവം ഓരോരുത്തരെയും ഓരോ ടൂളുകളായിട്ട് ഉപയോഗിക്കുന്നെന്ന് മാത്രം. മനുഷ്യനൊന്നും ഒരു പ്രസക്തി ഇല്ലെന്നേ, പെങ്ങളുടെ മകനൊന്നും ഒരു പ്രസക്തിയില്ല. പ്രവൃത്തി നടത്തുന്നത് നമ്മുടെ ദൈവമാണ് നടത്തുന്നത്. ഹല്ലേലൂയ. ആർക്ക് വേണ്ടി? എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്ന ദൈവത്തിന്റെ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്. താങ്ക്യൂ. ആ കണ്ടീഷൻ പ്രകാരം ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. ഇതുവെല്ലാം പൗലോസ് അറിയുന്നുണ്ടോ? പൗലോസ് ഒന്നും അറിയുന്നില്ല. അതിനുശേഷമാണ് പൗലോസ് ഇതൊക്കെ അറിയുന്നത്. താങ്ക്യൂ. എന്തുകൊണ്ട്? പിന്നെ എന്ത് സംഭവിക്കുന്നു? ഈ പെങ്ങളുടെ മകൻ വന്നിട്ട് ആരോ ഇവിടെ ജയിലിൽ വന്നതിന് ശേഷം പറയുകയാണ്, എനിക്ക് ചില കാര്യങ്ങള് ആരോട് അറിയിക്കണം? മഹാപുരോഹിതന്മാരോടൊക്കെ അറിയിക്കണം. താങ്ക്യൂ. അറിയിച്ചതിന് ശേഷം പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ആ ഭാഗം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് വ്യക്തമായിട്ട് സമയത്തോട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്താണ് അവിടെ നടക്കുന്നത്? എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, എത്ര അതിശയമായിട്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്. നിനക്കെതിരെ പ്ലാൻ ചെയ്യുന്ന ശത്രുവിന്റെ പ്ലാനുകള്, താങ്ക്യൂ. സാഹചര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പ്ലാൻ ചെയ്ത്? ഇവനെ ഓൾറെഡി തടവിലാക്കിയിരിക്കുന്നു. നാളെ ഇവനെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. താങ്ക്യൂ. നാളെ തന്നെ. ഇവൻ ഇനി അധികം സമയമൊന്നുമില്ല. ആ കൊണ്ടുവരുന്ന സമയത്ത് ഇവനെ കൊല്ലണം. താങ്ക്യൂ. ഇവനെ കൊല്ലണം. അതാണ് ശത്രു പ്ലാൻ ചെയ്തിരിക്കുന്നത്. താങ്ക്യൂ. ഈ ശത്രുവിന്റെ പ്ലാൻ വല്ലതും അവിടെ നടക്കുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വായിക്കുന്നൊക്കെ പിന്നെ വായിക്കാം. താങ്ക്യൂ. ശത്രുവിന്റെ പ്ലാനുകൾ വല്ലതും അവിടെ നടന്നോ? ഒന്നും നടന്നില്ല. ദൈവത്തിന്റെ പ്ലാനുകളെ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി. എന്തുകൊണ്ടാണ് ദൈവം പിന്നെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? അതാണ് പിന്നീട് 27-ാം അധ്യായത്തിന്റെ 27-ാം അധ്യായത്തിന് 27-32.
പടയാളികൾ തോണിയുടെ കയറ് അറുത്തു അത് വീഴിച്ചു കളഞ്ഞു. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങളൊന്നും ഭക്ഷിക്കാതെ കാത്തോട്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസമാകുന്നുവല്ലോ. അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങൾ ഒരുത്തന്റെയും തലയിൽ ഒരു രോമം പോലും നഷ്ടമാകില്ല നിശ്ചയം എന്ന് പറഞ്ഞു. എത്ര ബോൾഡായിട്ടാ പൗലോസ്. അതിനുശേഷം നമ്മൾ ആദ്യമേ പറഞ്ഞതായ സംഭവങ്ങൾക്കൊക്കെ ശേഷം പിന്നീട് പൗലോസ് എങ്ങനെ റോമിലേക്കുള്ള യാത്രയാണ്. അവിടെ ഒരു സംഭവങ്ങളൊക്കെ നടന്നു. എങ്ങനെ നടന്നു? ന്യായാധിപന്റെ ഒക്കെ മുമ്പിൽ കടന്നു നിന്നതിന് ശേഷം പൗലോസിനെ അവിടെ രക്ഷിക്കായിരുന്നു. പക്ഷെ രക്ഷിക്കുന്നുണ്ടോ? ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പൗലോസ് ചിലതൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെ പൗലോസ് റോമയിലേക്ക് തന്നെ പോകണം. അതിന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പൗലോസിന് ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ തന്നെ നീ റോമിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നാണ്. ദൈവം ഒരു വാഗ്ദത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ തൊടുവാനായിട്ട് ഒരു ശക്തിക്കും സാധിക്കത്തില്ല. ഒരു ന്യായാധിപനും സാധിക്കത്തില്ല. ഒരു കടലിനും സാധിക്കത്തില്ല. ഒരു ഷിപ്പ്റാക്കിന് നിന്നെ കൊല്ലുവാനായിട്ട് സാധിക്കത്തില്ലെന്നേ. ഒരു പാമ്പിനും നിന്നെ തൊടാൻ സാധിക്കത്തില്ലെന്നേ. കാര്യം ദൈവം നിന്നെക്കുറിച്ചുള്ള വാഗ്ദത്തം നിന്നെ അവിടെ എത്തിക്കുമെന്ന് ദൈവം നിന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രമേ നടക്കുകയുള്ളൂ. അത് ഉറപ്പുള്ള പൗലോസ് പറയുക, കപ്പൽ പോട്ടെന്നേ. ഹല്ലേലൂയ. ചരക്കുകളെല്ലാം പോട്ടെ, നിങ്ങൾക്കൊന്നും ഒരു ദോഷവും പറ്റത്തില്ലെന്ന് പൗലോസ് പറയുക. എന്തുകൊണ്ട് പൗലോസ് പറയുന്നു? എന്നോട് വാഗ്ദത്തം പറഞ്ഞ ഒരു ദൈവമുണ്ട്. എന്നോട് വാഗ്ദത്തം പറഞ്ഞ ദൈവമുണ്ടല്ലോ. ആ ദൈവം പോഷ്ക്ക് പറയുന്ന ദൈവമല്ലെന്ന്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം നിങ്ങളോട് കൂടെ ഉള്ളപ്പോ നിങ്ങൾക്കെതിരായിട്ട് വരുന്ന ശത്രുക്കളെയോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് വരുന്ന പ്രതികൂലങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനെതിരായിട്ട് വരുന്ന രോഗങ്ങളെയും കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടെന്ന്. ഹല്ലേലൂയ. പൗലോസ് കടന്നു പോകുന്ന സാഹചര്യമൊക്കെ ഒന്ന് ഓർത്തോണം. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു കയ്യിൽ പാമ്പ് കടിച്ചു തൂങ്ങി കിടക്കുന്നു. ഹല്ലേലൂയ. ഒരിടത്ത് പാമ്പ് കടിച്ചു തൂങ്ങി കിടക്കുന്നു. വേറൊരിടത്ത് പോകുന്ന ബോട്ട് എല്ലാം തവിട് പൊടിയായി എല്ലാം നശിക്കുന്നു. കാറ്റ്, തിരമാലം, ഭക്ഷണമില്ല, വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നു. വേറൊരിടത്ത് നടക്കുന്ന എന്ത്? അധിപതികൾ തമ്മിൽ ആലോചിക്കുന്നു, എങ്ങനെ ഇവനെ മുടിച്ചു കളയണം, എങ്ങനെ ഇവനെ കൊന്നുകളയണം. നമ്മൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇത് വല്ലതും സെന്റ് പോളിനെ ബാധിച്ചോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതൽ ഒരു കാര്യം മനസ്സിലാകും, നിനക്കെതിരായി വരുന്ന യാതൊരായുധവും പാലിക്കത്തില്ലെന്നേ. ഹല്ലേലൂയ. ആ പൗലോസിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ പൗലോസിന്റെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിനക്കെതിരായി വരുന്ന പ്രതികൂലങ്ങളെ കണ്ടിട്ട് നീ ഭയപ്പെടേണ്ടെന്ന്. ആ ദൈവം നിന്നെ വിടുവിക്കുന്ന ദൈവമായി വാഗ്ദത്തം പറഞ്ഞ ദൈവം, വിശ്വസ്തനായ ദൈവം, നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. ആ പൗലോസിനെ എങ്ങനെ പൗലോസ് റോമിൽ ചെന്നോ? ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തം പോലെ തന്നെ യെരുശലേമിൽ ദൈവത്തെ സാക്ഷിച്ചതുപോലെ തന്നെ പൗലോസ് റോമിലും ദൈവത്തെ സാക്ഷീകരിച്ചു. അതാണ് നമ്മുടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങള്. അതുകൊണ്ട് വാഗ്ദത്തമുള്ളതായ ദൈവത്തിന്റെ പൈതല് സാഹചര്യങ്ങളെ നോക്കി ഇത് നമ്മൾ വിലയിരുത്തേണ്ട കാര്യമില്ല. ഞാൻ ഒന്നറിയുന്നു, എന്നോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം ഭോഷ്ക്ക് പറയുന്ന ദൈവമല്ല. നമ്മളോട് വാക്ക് പറഞ്ഞ ദൈവം ഭോഷ്ക്ക് പറയുന്ന ദൈവമല്ല. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കാര്യങ്ങൾ നമുക്ക് താഴ്ന്നിരിക്കാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.